സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചി എന്നോട് ഈ സിനിമയെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല. പുഷ്പ പാർട്ട് 1 പോലും റിലീസായിട്ടില്ല. അപ്പൊ അന്ന് ഇതുപോലെ മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും അതിങ്ങനെ ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനനായി മാറുമെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല. നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം വിലായത്ത് ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ പുഷ്പ 1ഉം 2ഉം റിലീസായി. പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേജായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് അറിവില്ലാത്തവർ ഇതിന്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും. ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ്. സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ്. സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു സിനിമ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളക്കടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിൽ ഉണ്ടെന്നുമുള്ള കാര്യം ഞങ്ങളായിട്ട് തന്നെ അക്നോളജ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിന്റെ ഒരു നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല. അത് ഇല്ല. ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിന്റെ സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറെന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. രാജുവേട്ടൻ്റെ കൂടെ തിലകൻ സാർ നിൽക്കുന്ന പോലെ നമുക്ക് എല്ലാവർക്കും തോന്നിയായിരുന്നു. അപ്പോൾ ഈ ഒരു അച്ഛൻ്റെയും മകൻ്റെയും കൂടെ അഭിനയിച്ച അല്ലെങ്കിൽ സ്ക്രീൻ ഷെയർ ചെയ്ത ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഇവർ തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസസ് ഉണ്ടെങ്കിൽ അതെന്തൊക്കെയായിരുന്നു? സ്വാഭാവികമായിട്ട് അവരുടെ അപ്പിയറൻസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഷമ്മിച്ചേട്ടൻ കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഒരു യങ് തിലകനങ്ങളുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഷമ്മിച്ചേട്ടനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഷമ്മിച്ചേട്ടൻ കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഓഫ്കോഴ്സ് അത് മേക്കപ്പാണ്. പക്ഷേ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകനങ്ങളിനെ ഓർമ്മ വന്നു. കാരണം ഞാൻ തിലകനങ്ങളുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും ഞാൻ നല്ല സിനിമകളിൽ ഒന്നെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ റുപ്പിയിൽ കുറച്ചധികം നാളുകൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്നു. അതിൽ തിലകനങ്ങളിലുള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ഷമ്മിച്ചേട്ടൻ്റെ ഓൾഡ് അപ്പിയറൻസും എനിക്ക് സിമിലർ ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷമ്മിച്ചേട്ടൻ്റെ മുഖത്തും ഷമ്മിച്ചേട്ടൻ അഭിനയിക്കുന്ന രീതിയിലുമെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തിലകനങ്ങളിനെ ഓർമ്മ വന്നു. ആൻഡ് ഓഫ് കോഴ്സ് ജനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാവുമല്ലോ. ഷമ്മിച്ചേട്ടൻ്റെ ശബ്ദം, ഷമ്മിച്ചേട്ടൻ ചില സമയങ്ങളിൽ ചില ഡയലോഗ്സ് ത്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലകനങ്ങളിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ കഥാപാത്രത്തിനുമുണ്ട് ഒരു തിലകനങ്ങൾ വൈബുണ്ട് ഈ കഥാപാത്രം. ഒരുപക്ഷെ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഭാസ്കരൻ മാഷ് തിലകനങ്ങളായിരുന്നേനെ എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം, പക്ഷെ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷ് ഉറപ്പായിട്ടും തിലകനങ്ങളായിരുന്നേനെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ലൈക്ക് ഐ സെഡ്, ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിംഗ് നമ്മൾ ടെയിലിൻ്റെ ഷൂട്ട് ചെയ്യാൻ ഒന്നുകൂടെ മറയൂർ പോയപ്പോൾ ഞാൻ ഷമ്മിച്ചേട്ടനോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഷമ്മിച്ചേട്ടൻ്റെ എല്ലാ സിനിമകളും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഷമ്മിച്ചേട്ടൻ്റെ സിനിമകളിൽ ഐ ട്രൂലി ബിലീവ് ദിസ് ഇസ് ഹിസ് ഫൈനസ്റ്റ് പെർഫോമൻസ്. സോ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ഓഫ് യു വാച്ചിങ് വാട്ട് ഹി ഹാസ് ഡൺ.